വരൂ സർ. നിന്റെ ബർത്ത്ഡേ ആണ് പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ആരെയും കാണുന്നില്ലല്ലോ. വേറെ ബന്ധത്തിലും കുടുംബത്തിലും പെട്ടവരായിട്ട് ആരും ഇല്ലെന്ന് സാറിന് അറിയാലോ. ഇരിക്കൂ സർ. ജാനകിയമ്മേ, കഴിക്കാൻ വല്ലതും എടുക്കട്ടെ സാർ? തണുത്ത എന്തെങ്കിലും? ഈ സമയത്ത് തണുത്തതല്ല, ഹോട്ടാണ് ഞാൻ കഴിക്കാറ്. അതിപ്പോ ബുദ്ധിമുട്ടാണേ വേണ്ട, എനിക്ക് പോണം. സാർ സാർ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. സാർ ഇരിക്കണം പ്ലീസ്. അത് ഞാൻ പറയുന്ന കാര്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എടുത്തിടെ എന്നെ ശിക്ഷിക്കരുത്, എന്നോട് പിണങ്ങരുത്. സോഷ്യൽ എത്തിക്സ് ഒന്നും അത്രയ്ക്ക് പരിചയമില്ലാത്തൊരു പെണ്ണിന്റെ ബുദ്ധിമോശം എന്ന് കരുതിയാൽ മതി. മുഖവരെയൊന്നും വേണ്ട, കാര്യം പറയും. സാർ, എന്നെ കല്യാണം കഴിക്കൂ. നമ്മൾ തമ്മിൽ പരിചയപ്പെട്ട നിനക്ക് ഓർമ്മയുണ്ടോ? നീ എന്റെ കോട്ടേഴ്സിൽ വന്ന് ബഹളം വെച്ച ദിവസം അന്ന് എനിക്ക് തോന്നിയാ നീ ഒരു വട്ടാണ്. അല്ലെങ്കിൽ ഈ ഇഡിയോട്ടിക് പ്രപ്പോസൽ നിന്റെ ഒരു അതിബുദ്ധിയാണ്? അയ്യോ, അതല്ല. എന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ നിന്റെ രക്ഷയ്ക്ക് ഒരു ആണിന്റെ സഹായമാണ് ആവശ്യമെങ്കിൽ ഭർത്താവിന്റെ പദവിയൊന്നും വേണ്ട, അല്ലാതെ തന്നെ ഞാൻ സഹായിക്കാം. അതല്ല, കുടുംബം നടത്താനാണെങ്കിൽ യോഗ്യതയുള്ള ആണുങ്ങൾ വേറെ കാണും, അന്വേഷിക്കണം. അറിയാത്തൊരാളുടെ യോഗ്യത എങ്ങനെ നിശ്ചയിക്കും സാർ? അയാൾ വരുന്നത് എന്റെ സ്വത്ത് കണ്ടോ ശരീരം മോഹിച്ചോ ആണെങ്കിൽ രണ്ടും കിട്ടിക്കഴിയുമ്പോ എന്നെ ഉപേക്ഷിക്കില്ലെന്ന് എന്താ ഉറപ്പ്? എനിക്ക് അടുത്ത് പരിചയമുള്ള ഇഷ്ടവും വിശ്വാസമുള്ള ഒരാളോടൊപ്പം ജീവിക്കാനുള്ള മോഹം കൊണ്ട് തന്നെ ചോദിക്കുക. മറ്റൊരാൾ അന്വേഷിക്കാനില്ലാത്തതുകൊണ്ടാ നേരിട്ട്. സാർ കരുതുന്ന തരത്തിൽ ഞാനൊരു എക്സെൻട്രിക് അല്ല. ആവശ്യത്തിന് വിദ്യാഭ്യാസമുണ്ട്, ആരോഗ്യമുണ്ട്, ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാനുള്ള സ്വത്തുണ്ട്. ഒറ്റപ്പെട്ടു കഴിയുന്ന സാറിനും ഒരു കല്യാണം ആവശ്യമല്ലേ? ആര് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാണെന്ന്? എനിക്കൊരു മകളുണ്ട്. മകൾ എനിക്കൊരു പ്രശ്നമല്ല. അവളെ കയ്യിലെടുത്ത് ചീപ്പ് സെന്റിമെന്റ്സ് പ്ലേ ചെയ്ത് നിങ്ങളെ വഷളാക്കാനൊന്നും എനിക്ക് ഉദ്ദേശമില്ല. അമ്മയില്ലാത്ത ആ കുട്ടിയെ നിങ്ങൾ ലാളി ചിലപ്പം വഷളാക്കിയിട്ടുണ്ട്. എന്നാലും ഞാൻ മാനേജ് ചെയ്തോളാം. മകളെ അല്ലേ പറ്റൂ, അവളുടെ അമ്മയുടെ കാര്യമോ? അമ്മയോ? സീതയെ നീ കണ്ടിട്ടുണ്ടല്ലോ, കൂടുതൽ കേട്ടിട്ടുണ്ടാവും. അന്ന് നീ പറഞ്ഞില്ലേ നാട് നീളെ വ്യഭിചരിച്ച് നടന്നവളെന്ന്. അയ്യോ സാർ, അത് ഞാൻ ദേഷ്യത്തിന്. ശരിയാ. എന്നിട്ടും ഒരു പ്രത്യേക സാഹചര്യത്തിൽ സീത എനിക്ക് കല്യാണം കഴിക്കേണ്ടി വന്നു. സഹതാപം, കടപ്പാട്, സ്നേഹം കൊണ്ടല്ല, തീർച്ച. പിന്നീട് തെറ്റാണെന്ന് എനിക്ക് തോന്നി. കേസും ലോക്കപ്പും ജയിലുമായി കഴിഞ്ഞ അന്ന് എന്റെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. ആവശ്യമില്ലാതെ ഞാൻ സീതയെ സംശയിച്ചു. അവളുടെ പൂർവ്വകഥകൾ പറഞ്ഞ് കൂടുതൽ വൈരാഗ്യത്തോടെ ഞാൻ അവളെ ദ്രോഹിച്ചു. മനസ്സും ശരീരവും ഒരുപോലെ വേദനിപ്പിച്ചു. എന്നിട്ടും അവൾ എന്നെ വിട്ടുപോയില്ല. അവളുടെ മുമ്പ് ഞാൻ തോക്കുകയായിരുന്നു. പിന്നീട് കുറ്റബോധം കൊണ്ടാവാം ഞാൻ സീതയെ കൂടുതൽ സ്നേഹിച്ചു. നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുത്തതുപോലെ സീതയും ഞാനും എൻ്റെ മോളും. കേസിന്റെ വിധി എനിക്ക് അനുകൂലമായിരുന്നു. വീണ്ടും ഞാൻ ജോലിയിൽ ചേർന്നു. ഒരവധിക്ക് ഞങ്ങൾ ഒരുമിച്ച്
സീതേ 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 കേസിന്റെ വിധി എനിക്ക് അനുകൂലമായപ്പോ ഞാൻ വെടിവെച്ചു വന്ന സത്യരാജന്റെ ആളുകൾ എന്നോട് പകവിട്ടുകയായിരുന്നു. പക്ഷേ എനിക്ക് പകരം അവള് മരിച്ചു. എന്നാലും സീത ഇന്നും എന്റെ മനസ്സിലുണ്ട്. അവളോടൊപ്പം കഴിഞ്ഞ ഓർമ്മയിൽ ജീവിക്കാനാണ് എനിക്കിഷ്ടം. ആ സ്ഥാനത്ത് മറ്റൊരാളെ സ്വീകരിക്കാൻ എനിക്കാവില്ല. പ്രീതിക്ക് എന്നോട് വിരോധം തോന്നരുത്. ഇല്ല സാർ, മരിച്ചുപോയ ഭാര്യയുടെ ഓർമ്മകളിൽ ആയുഷ്കാലം മുഴുവൻ കഴിയാനുറച്ച പുരുഷനോട് ഒരു സ്ത്രീക്കും വിരോധം തോന്നില്ല. ഐ അഡ്മയർ യു മോർ സാർ. എന്താ കൃഷ്ണപിള്ള വധക്കേസിലെ തെളിവുകളും രേഖപ്പെടുത്തിയ സാക്ഷിമൊഴികളും അടങ്ങിയ ഫയലാണത്. എന്തിനാ ഇത് ഇവിടെ തരുന്നത്? സാർ ആ കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചില്ലേ? അവർക്ക് ആവശ്യമുണ്ടാവും തെളിവ് നശിപ്പിക്കാനെങ്കിലും. ബലറാം, ഐ ഹാവ് ഓൺലി വൺ റിക്വസ്റ്റ് യു സർ. ഡിക്രൂസിൽ നിന്ന് പിടിച്ചെടുത്ത പണവും ആഭരണങ്ങളും അതിന്റെ ഉടമ ആ പാവം പെണ്ണിന് തിരിച്ചു കൊടുക്കണം. മനുഷ്യത്വത്തിന്റെ പേരിലെങ്കിലും. ബാലു നിക്ക്. എന്ത് വൃത്തിയാണോ താൻ പറയുന്നത്? കേസ് കഴിയാതെ തൊണ്ടി മുതൽ മടക്കി കൊടുക്കാൻ പറ്റുമോ? എന്ത് കേസ്? കഷ്ടപ്പെട്ട് ഞാൻ പിടിച്ചു കൊടുത്ത ഡിക്രൂസിനെയും ഈ കേസിലെ പ്രധാന സാക്ഷി രാജമ്മയും വെറുതെ വിട്ടില്ലേ? നീ ആ കമ്മീഷണർക്ക് ചൊറിഞ്ഞു കൊടുക്ക്. എന്നെ അതിന് കിട്ടുകയല്ല. കടപ്പുറത്തുകാരി രാജമ്മ പുറത്തിറങ്ങിയില്ലേ? നാളെ നമുക്കെതിരെ അവൾ സാക്ഷി പറയാൻ ഇടവരരുത്. നമുക്ക് വീട്ടിലേക്ക് പോവാം. അയ്യേ, ഞാനില്ല. വെള്ളത്തിന്റെ നടുക്ക് കഞ്ഞിയും കുടിച്ച് ഉണക്കമീനും ചുട്ടുനിന്ന് കൂടാൻ. വാടി. രാജമ്മ എന്നാ சொல்றா? അവള് വരും.